കേരളപ്പിറവി ദിനത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രതിഷേധം. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ലഭിക്കാനുള്ള ക്ഷാമബത്തയും അനുവദിച്ച ക്ഷാമബത്തയുടെ കുടിശ്ശിക തുകയും നൽകുക, ലീവ് സറണ്ടർ ഉൾപ്പെടെ തടഞ്ഞുവെച്ച മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. സമയബന്ധിതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് NGO സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. ജീവനക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതു സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള NGO സംഘ് കേരളപ്പിറവി ദിനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ലഭിക്കുവാനുള്ള ക്ഷാമബത്തയും അനുവദിച്ച ക്ഷാമബത്തയുടെ കുടിശ്ശികയും നൽകുക, ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള തടഞ്ഞുവെച്ച മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. വർഷങ്ങളായി ക്ഷാമബത്ത തടഞ്ഞുവെച്ച സർക്കാർ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രഹസനം ഇവിടെ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 17% ക്ഷാമബത്ത കുടിശ്ശികയായി നിൽക്കുന്ന സമയത്ത് കേവലം 4% മാത്രം അനുവദിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്ന ജീവനക്കാരെ കബളിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതു സർക്കാർ സർവീസ് മേഖലയിൽ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. 12ാം ശമ്പള പരിഷ്കരണം മുടങ്ങി 15 മാസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്നും BMS ദേശീയ സമിതി അംഗം KK വിജീഷ് കുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് J മഹാദേവൻ, ജനറൽ സെക്രട്ടറി S രാജേഷ്, സംസ്ഥാന ട്രഷറർ സജീവൻ ചാത്താത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത രവീന്ദ്രൻ, KGO സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TN രമേശ് എന്നിവർ പ്രസംഗിച്ചു. ജനം, തിരുവനന്തപുരം.